കർത്താവിന്റെ നാമത്തിന് സ്തുതി. ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും. ദയവായി ഷെയർ, സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ ബൈബിൾ വാക്യങ്ങൾ. സെക്കരിയാവ് 8 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. സെക്കരിയാവ് 8 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഞാൻ മഹാതീക്ഷ്ണതയോടെ സിയോനു വേണ്ടി എരിയുന്നു, ഞാൻ അതിനുവേണ്ടി മഹാക്രോധത്തോടെ എരിയുന്നു. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഞാൻ സിയോനിലേക്ക് മടങ്ങിവന്ന് യെരൂശലേമിന്റെ മധ്യേ വസിക്കും. യെരൂശലേമിന് സത്യനഗരമെന്നും സൈന്യങ്ങളുടെ യഹോവയുടെ പർവ്വതത്തിനു വിശുദ്ധ പർവ്വതം എന്നും പേർ പറയും. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഇനിയും യെരൂശലേമിന്റെ വീഥികളിൽ വൃദ്ധന്മാരും വൃദ്ധമാരും ഇരിക്കും. വാർദ്ധക്യം നിമിത്തം ഓരോരുത്തൻ കയ്യിൽ വടി പിടിക്കും. നഗരത്തിന്റെ വീഥികൾ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കൊണ്ട് നിറഞ്ഞിരിക്കും. അവർ അതിന്റെ വീഥികളിൽ കളിച്ചുകൊണ്ടിരിക്കും. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: അത് ഈ കാലത്തിൽ ഈ ജനത്തിന്റെ ശേഷിപ്പുള്ളവർക്ക് അതിശയമായി തോന്നുന്നു എങ്കിൽ എനിക്കും അതിശയമായി തോന്നുമോ എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഞാൻ എന്റെ ജനത്തെ ഉദയദേശത്തുനിന്നും അസ്തമയദേശത്തുനിന്നും രക്ഷിക്കും. ഞാൻ അവരെ കൊണ്ടുവരും. അവർ യെരൂശലേമിൽ പാർക്കും. സത്യത്തിലും നീതിയിലും അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായും ഇരിക്കും. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: സൈന്യങ്ങളുടെ യഹോവയുടെ ആലയമായ മന്ദിരം പണിയേണ്ടതിന് അടിസ്ഥാനം ഇട്ട നാളിൽ ഉണ്ടായിരുന്ന പ്രവാചകന്മാരുടെ വായിൽ നിന്ന് ഈ വചനങ്ങളെ ഈ കാലത്ത് കേൾക്കുന്നവരെ ധൈര്യപ്പെടുവീൻ. ഈ കാലത്തിന് മുമ്പേ മനുഷ്യന് കൂലിയില്ല, മൃഗത്തിനു കൂലിയില്ല, പോക്കുവരച്ച് ചെയ്യുന്നവന് വൈരിനിമിത്തം സമാധാനവുമില്ല. ഞാൻ സകല മനുഷ്യരെയും തമ്മിൽ തമ്മിൽ വിരോധമാക്കിയിരിക്കുന്നു. ഇപ്പോഴോ ഞാൻ ഈ ജനത്തിന്റെ ശേഷിപ്പുള്ളവരോട് മുമ്പിലത്തെ കാലത്ത് എന്ന പോലെയല്ല എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. വിത സമാധാനത്തോടെയായിരിക്കും. മുന്തിരിവള്ളി ഫലം കായ്ക്കും. ഭൂമി അനുഭവം നൽകും. ആകാശം മഞ്ഞു പെയ്യിക്കും. ഈ ജനത്തിന്റെ ശേഷിപ്പുള്ളവർക്ക് ഞാൻ ഇവയൊക്കെയും അവകാശമായി കൊടുക്കും. യഹൂദാഗ്രഹം ഇസ്രയേൽ ഗ്രഹവുമായുള്ളവരെ, നിങ്ങൾ ജാതികളുടെ ഇടയിൽ ശാപമായിരുന്നതുപോലെ ഞാൻ നിങ്ങളെ രക്ഷിച്ചിട്ട് നിങ്ങൾ അനുഗ്രഹമായിത്തീരും. നിങ്ങൾ ഭയപ്പെടാതെ ധൈര്യമായിരിപ്പീൻ. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ കോപിപ്പിച്ചപ്പോൾ ഞാൻ നിങ്ങൾക്ക് തിന്മ വരുത്തുവാൻ വിചാരിക്കുകയും അനുദപിക്കാതിരിക്കുകയും ചെയ്തതുപോലെ ഞാൻ ഈ കാലത്ത് യെരൂശലേമിനും യഹൂദാഗ്രഹത്തിനും വീണ്ടും നന്മ വരുത്തുവാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഇവയാകുന്നു: ഓരോരുത്തൻ താന്റെ കൂട്ടുകാരനോട് സത്യം പറവീൻ. നിങ്ങളുടെ ഗോപുരങ്ങളിൽ നേരോടും സമാധാനത്തോടും കൂടെ ന്യായപാലനം ചെയ്യുവീൻ. നിങ്ങളിൽ ആരും തന്റെ കൂട്ടുകാരന്റെ നേരെ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കരുത്. കള്ളസത്യത്തിൽ ഇഷ്ടം തോന്നുകയും അരുത്. ഇതെല്ലാം ഞാൻ വെറുക്കുന്നതല്ലോ എന്ന് യഹോവയുടെ അരുളപ്പാട്. സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: 4 മാസത്തെ ഉപവാസവും 5 മാസത്തെ ഉപവാസവും 7 മാസത്തെ ഉപവാസവും 10 മാസത്തെ ഉപവാസവും യഹൂദാഗ്രഹത്തിനു ആനന്ദവും സന്തോഷവും പ്രമോദമായുള്ള ഉത്സവങ്ങളും ആയിരിക്കണം. അതുകൊണ്ട് സത്യവും സമാധാനവും ഇഷ്ടപ്പെടുവീൻ. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഇനിയും ജാതികളും അനേക പട്ടണങ്ങളിലെ നിവാസികളും വരുവാൻ ഇടയാകും. ഒരു പട്ടണത്തിലെ നിവാസികൾ മറ്റൊന്നിലേക്ക് ചെന്ന്, വരുവീൻ, നമുക്ക് യഹോവയെ പ്രസാദിപ്പിക്കേണ്ടതിനും സൈന്യങ്ങളുടെ യഹോവയെ അന്വേഷിക്കേണ്ടതിനും പോകാം, ഞാനും പോരുന്നു എന്ന് പറയും. അങ്ങനെ അനേക ജാതികളും ബഹുവംശങ്ങളും യെരൂശലേമിൽ സൈന്യങ്ങളുടെ യഹോവയെ അന്വേഷിപ്പാനും യഹോവയെ പ്രസാദിപ്പിപ്പാനും വരും. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ആ കാലത്ത് ജാതികളുടെ സകല ഭാഷകളിൽ നിന്നും 10 പേർ ഒരു യഹൂദന്റെ വസ്ത്രാഗ്രം പിടിച്ച്, ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിരിക്കയാൽ ഞങ്ങൾ നിങ്ങളോടുകൂടെ പോരുന്നു എന്ന് പറയും. സെക്കരിയാവ് 9 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. സെക്കരിയാവ് 9 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. പ്രവാചകം. യഹോവയുടെ അരുളപ്പാട് ഹദ്രാക്ക് ദേശത്തിനു വിരോധമായിരിക്കുന്നു. ദമ്മേശേക്കിന്മേൽ അത് വന്നവരും യഹോവ മനുഷ്യരിലും ഇസ്രയേലിന്റെ സകല ഗോത്രങ്ങളിലും ദൃഷ്ടിവെക്കുന്നു. അതിനോട് തൊട്ടിരിക്കുന്ന ഹമാത്തിനും ജ്ഞാനം ഏറിയ സോരിനും സീദോനും അങ്ങനെ തന്നെ.
സോർ തനിക്കു ഒരു കോട്ട പണിത് പൊടി പോലെ വെള്ളിയും വീഥികളിലെ ചെളി പോലെ തങ്കവും സ്വരൂപിച്ചു. എന്നാൽ കർത്താവ് അവളെ ഇറക്കി അവളുടെ കൊത്തളം കടലിൽ ഇട്ടുകളയും. അവൾ തീയ്ക്ക് ഇരയായിത്തീരുകയും ചെയ്യും. അസ്കലോൻ അത് കണ്ടു ഭയപ്പെടും. ഗസയും എക്രോനും കണ്ട് ഏറ്റവും വിറയ്ക്കും. അവളുടെ പ്രത്യാശയ്ക്കു ഭംഗം വരുമല്ലോ. ഗസയിൽ നിന്ന് രാജാവ് നശിച്ചുപോകും. അസ്കലോന് നിവാസികളില്ലാതെയാകും. അസ്തോദിൽ ഒരു കവലഡേയ ജാതി പാർക്കും. ഫെലിസ്ത്യരുടെ ഗർവം ഞാൻ ഛേദിച്ചു കളയും. ഞാൻ അവന്റെ രക്തം അവന്റെ വായിൽ നിന്നും അവന്റെ വെറുപ്പുകൾ അവന്റെ പല്ലിനിടയിൽ നിന്നും നീക്കിക്കളയും. എന്നാൽ അവനും നമ്മുടെ ദൈവത്തിനൊരു ശേഷിപ്പായി തീരും. അവൻ യഹൂദയിൽ ഒരു മേധാവിയെപ്പോലെയും എക്രോൻ ഒരു യെബൂസിനെപ്പോലെയുമാകും. ആരും പോക്കുവരുത്തി ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ ഒരു പട്ടാളമായി എന്റെ ആലയത്തിനു ചുറ്റും പാളയമിറങ്ങും. ഇനി ഒരു പീഡകനും അവരുടെ ഇടയിൽ കൂടി കടക്കയില്ല. ഇപ്പോൾ ഞാൻ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടുവല്ലോ. സിയോൻ പുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്ക. യെരുശലേം പുത്രിയെ ആർപ്പിടുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൽ വരുന്നു. അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനും ആയി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറു കഴുതപ്പുറത്തും കയറി വരുന്നു. ഞാൻ എഫ്രൈമിൽ നിന്ന് രഥത്തെയും യെരുശലേമിൽ നിന്ന് കുതിരയെയും ഛേദിച്ചു കളയും. പടവില്ലും ഒടിഞ്ഞുപോകും. അവൻ ജാതികളോട് സമാധാനം കൽപ്പിക്കും. അവന്റെ ആധിപത്യം സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റങ്ങളോളവും ആയിരിക്കും. നീയോ നിന്റെ നിയമരക്തം ഹേതുവായി ഞാൻ നിന്റെ ബദ്ധന്മാരെ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്ന് വിട്ടയക്കും. പ്രത്യാശയുള്ള ബദ്ധന്മാരെ, കോട്ടയിലേക്ക് മടങ്ങിവരുവീൻ. ഞാൻ നിനക്ക് ഇരട്ടിയായി പകരം നൽകും എന്ന് ഞാൻ ഇന്ന് തന്നെ പ്രസ്താവിക്കുന്നു. ഞാൻ എനിക്ക് യഹൂദയെ വില്ലായി കുലച്ചും എഫ്രൈമിനെ നിറച്ചുമിരിക്കുന്നു. സിയോനെ, ഞാൻ നിന്റെ പുത്രന്മാരെ, യവനദേശമേ, നിന്റെ പുത്രന്മാരുടെ നേരെ ഉണർത്തി നിന്നെ ഒരു വീരന്റെ വാൾ പോലെയാക്കും. യഹോവ അവർക്ക് മീതെ പ്രത്യക്ഷനാകും. അവന്റെ അസ്ത്രം മിന്നൽ പോലെ പുറപ്പെടും. യഹോവയായ കർത്താവ് കാഹളമൂതി തെക്കൻ ചുഴലിക്കാറ്റുകളിൽ വരും. സൈന്യങ്ങളുടെ യഹോവ അവരെ പരിചകൊണ്ട് മറയ്ക്കും. അവർ മാംസം തിന്നു കവിണക്കല്ല് ചവിട്ടിക്കളയുകയും രക്തം കുടിച്ചു വീഞ്ഞുകൊണ്ടെന്ന പോലെ ഘോഷിക്കുകയും യാഗകലശങ്ങൾ പോലെയും യാഗപീഠത്തിന്റെ കോണുകൾ പോലെയും നിറഞ്ഞിരിക്കുകയും ചെയ്യും. അന്നാളിൽ അവരുടെ ദൈവമായ യഹോവ അവരെ തന്റെ ജനമായ ആട്ടിൻകൂട്ടത്തെപ്പോലെ രക്ഷിക്കും. അവർ അവന്റെ ദേശത്ത് ഒരു കിരീടത്തിന്റെ രത്നം പോലെ പൊങ്ങി ശോഭിക്കും. അതിനു എത്ര സ്ത്രീത്വവും അതിനു എത്ര സൗന്ദര്യവും ഉണ്ട്. ധാന്യം യുവാക്കളെയും വീഞ്ഞ് യുവതികളെയും പുഷ്ടീകരിക്കുന്നു. സെക്കരിയാവ് 10 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. സെക്കരിയാവ് 10 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്കു അപേക്ഷിപ്പീൻ. യഹോവ മിന്നൽ പിണർ ഉണ്ടാക്കുന്നുവല്ലോ. അവൻ അവർക്ക് വയലിലെ ഏത് സസ്യത്തിനും വേണ്ടി മാരി പേയിച്ചു കൊടുക്കും. ഗ്രഹബിംബങ്ങൾ മിഥ്യാത്വം സംസാരിക്കുകയും ലക്ഷണം പറയുന്നവർ വ്യാജം ദർശിച്ച് വ്യർത്ഥ സ്വപ്നം പ്രസ്താവിച്ച് വൃഥ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അവർ ആടുകളെപ്പോലെ പുറപ്പെട്ടു ഇടയൻ ഇല്ലായ്കൊണ്ട് വലഞ്ഞിരിക്കുന്നു. എന്റെ കോപം ഇടയന്മാരുടെ നേരെ ജ്വലിച്ചിരിക്കുന്നു. ഞാൻ കോലാട്ടുകൊറ്റന്മാരെ സന്ദർശിക്കും. സൈന്യങ്ങളുടെ യഹോവ യഹൂദഗ്രഹമായ തന്റെ ആട്ടിൻകൂട്ടത്തെ സന്ദർശിച്ച് അവരെ പടയിൽ തനിക്കു മനോഹര തുരങ്കം ആക്കും. അവന്റെ പക്കൽ നിന്ന് മൂലക്കല്ലും അവന്റെ പക്കൽ നിന്ന് ആണിയും അവന്റെ പക്കൽ നിന്ന് പടവില്ലും അവന്റെ പക്കൽ നിന്ന് ഏതു അധിപതിയും വരും. അവർ യുദ്ധത്തിൽ ശത്രുക്കളെ വീഥികളിലെ ചേറ്റിൽ ചവിട്ടിക്കളയുന്ന വീരന്മാരെ പോലെയാകും. യഹോവ അവരോടുകൂടെയുള്ളതുകൊണ്ട് അവർ കുതിരച്ചേവർ ലജിച്ചു പോവാൻ തക്കവണ്ണം പൊരുതും. ഞാൻ യഹൂദാഗ്രഹത്തെ ബലപ്പെടുത്തുകയും യോസേഫ് ഗ്രഹത്തെ രക്ഷിക്കുകയും എനിക്ക് അവരോട് കരുണയുള്ളതുകൊണ്ട് അവരെ മടക്കി വരുത്തുകയും ചെയ്യും. ഞാൻ അവരെ തള്ളിക്കളഞ്ഞിട്ടില്ലാത്തതുപോലെ ഇരിക്കും. ഞാൻ അവരുടെ ദൈവമായ യഹോവയല്ലോ. ഞാൻ അവർക്ക് ഉത്തരമരുളും. എഫ്രൈമ്യർ വീരനെപ്പോലെയാകും. അവരുടെ ഹൃദയം വീഞ്ഞുകൊണ്ടെന്ന പോലെ സന്തോഷിക്കും. അവരുടെ പുത്രന്മാർ അത് കണ്ട് സന്തോഷിക്കും. അവരുടെ ഹൃദയം യഹോവയിൽ ഘോഷിച്ചാനന്ദിക്കും. ഞാൻ അവരെ വീണ്ടെടുത്തിരിക്കിയാൽ അവരെ ചൂളകുത്തി ശേഖരിക്കും. അവർ പെരുകിയിരുന്നതുപോലെ പെരുകും. ഞാൻ അവരെ ജാതികളുടെ ഇടയിൽ വിതറും. ദൂരദേശങ്ങളിൽ വെച്ചു അവർ എന്നെ ഓർക്കും. അവർ മക്കളോടുകൂടെ ജീവിച്ചു മടങ്ങിവരും. ഞാൻ അവരെ മിസ്രയീം ദേശത്തു നിന്ന് മടക്കി വരുത്തും. അശ്ശൂരിൽ നിന്നു അവരെ ശേഖരിക്കും. ഗിലെയാദ് ദേശത്തിലേക്കും ലെബനോനിലേക്കും അവരെ കൊണ്ടുവരും.
അവർക്ക് ഇടം പോരാതെ വരും. അവൻ കഷ്ടതയുടെ സമുദ്രത്തിലൂടെ കടന്നു സമുദ്രങ്ങളിലെ ഓളങ്ങളെ അടിക്കും. നീലനദിയുടെ ആഴങ്ങളൊക്കെയും വറ്റിപ്പോകുകയും അശ്ശൂരിന്റെ ഗർവ്വം താഴുകയും മിസ്രയീമിന്റെ ചെങ്കോൽ നീങ്ങിപ്പോകുകയും ചെയ്യും. ഞാൻ അവരെ യഹോവയിൽ ബലപ്പെടുത്തും, അവർ അവന്റെ നാമത്തിൽ സഞ്ചരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. വെളിപ്പാട് 20 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. വെളിപ്പാട് 20 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ചു 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ടു അടച്ചു പൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. അതിനുശേഷം അവനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടേണ്ടതാകുന്നു. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു. അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ചു 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാണു. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. ഇത് ഒന്നാമത്തെ പുനരുത്ഥാനം. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവരുടെ മേൽ രണ്ടാം മരണത്തിനു അധികാരമില്ല. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായ ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് വാഴും. 1000 ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. അവൻ ഭൂമിയുടെ 4 ദിക്കിലുമുള്ള ജാതികളായി സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ് മാഗോഗ് എന്നിവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിപ്പാൻ പുറപ്പെടും. അവർ ഭൂമിയിൽ പരക്കെ ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും വളയും. എന്നാൽ ആകാശത്തുനിന്ന് തീയിറങ്ങി അവരെ ദഹിപ്പിച്ചു കളയും. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. അവർ എന്നേക്കും രാപകൽ ദണ്ഡനം സഹിക്കേണ്ടിവരും. ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി. അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃത്തം സിംഹാസനത്തിൻ മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന് മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനു ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചുകൊടുത്തു. മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചുകൊടുത്തു. ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. സദൃശവാക്യങ്ങൾ 27 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. സദൃശവാക്യങ്ങൾ 27 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. നാളത്തെ ദിവസം ചൊല്ലി പ്രശംസിക്കരുത്. ഒരു ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കും എന്നു അറിയുന്നില്ലല്ലോ. നിന്റെ വായല്ല മറ്റൊരുത്തൻ, നിന്റെ അധരമല്ല വേറൊരുത്തൻ നിന്നെ സ്തുതിക്കട്ടെ. കല്ല് ഘനമുള്ളതും മണൽ ഭാരമുള്ളതുമാകുന്നു. ഒരു ഭോഷന്റെ നീരസമോ ഇവ രണ്ടിലും ഘനമേറിയത്. കോപം ക്രൂരവും കോപം പ്രളയവുമാകുന്നു. ജാരശങ്കയുടെ മുമ്പിലോ ആർക്ക് നിൽക്കാം? മറഞ്ഞ സ്നേഹത്തിലും തുറന്ന ശാസനം നല്ല്. സ്നേഹിതൻ വരുത്തുന്ന മുറിവുകൾ വിശ്വസ്തതയുടെ ഫലം. ശത്രുവിന്റെ ചുംബനങ്ങളോ കണക്കിലധികം. തിന്ന് തൃപ്തനായവൻ തേൻകട്ടയും ചവിട്ടിക്കളയുന്നു. വിശപ്പുള്ളവനോ കയ്പുള്ളതൊക്കെയും മധുരം. കൂടുവിട്ടലയുന്ന പക്ഷിയും നാടുവിട്ടുഴലുന്ന മനുഷ്യനും ഒരുപോലെ. തൈലവും ധൂപവും ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. ഹൃദയാലോചനയുള്ള സ്നേഹിതന്റെ മാധുര്യവും അങ്ങനെ തന്നെ. നിന്റെ സ്നേഹിതനെയും അപ്പന്റെ സ്നേഹിതനെയും ഉപേക്ഷിക്കരുത്. തന്റെ കഷ്ടകാലത്ത് സഹോദരന്റെ വീട്ടിൽ പോകുകയും അരുത്. ദൂരത്തെ സഹോദരനിലും സമീപത്തെ അയൽക്കാരൻ നല്ലത്. മകനെ, എന്നെ നിന്ദിക്കുന്നവനോട് ഞാൻ ഉത്തരം പറയേണ്ടതിന് നീ ജ്ഞാനിയായി എന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്ക. വിവേകമുള്ളവൻ അനർത്ഥം കണ്ടു ഒളിച്ചുകൊള്ളുന്നു. അല്പബുദ്ധികളോ നേരെ ചെന്ന് ഛേദപ്പെടുന്നു. അന്യനുവേണ്ടി ജാമ്യം നിൽക്കുന്നവന്റെ വസ്ത്രം എടുത്തുകൊള്ളുക. പരസ്ത്രീക്ക് വേണ്ടി ഉത്തരവാദിയാകുന്നവനോട് പണയം വാങ്ങുക. അധികാരത്തിൽ എഴുന്നേറ്റ് സ്നേഹിതനെ ഉച്ചത്തിൽ അനുഗ്രഹിക്കുന്നവന് അത് ശാപമായി എണ്ണപ്പെടും. പെരുമഴയുള്ള ദിവസത്തിൽ ഇടവിടാത്ത ചോർച്ചയും കലഹകാരിയായ സ്ത്രീയും ഒരുപോലെ. അവളെ ഒതുക്കുവാൻ നോക്കുന്നവൻ കാറ്റിനെ ഒതുക്കുവാൻ നോക്കുന്നു. അവന്റെ വലം കൈകൊണ്ട് എണ്ണയെ പിടിപ്പാൻ പോകുന്നു.
ഇരുമ്പ് ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നു, മനുഷ്യൻ മനുഷ്യന് മൂർച്ച കൂട്ടുന്നു. അത്തി കാക്കുന്നവൻ അതിന്റെ പഴം തിന്നും, യജമാനെ സൂക്ഷിക്കുന്നവൻ ബഹുമാനിക്കപ്പെടും. വെള്ളത്തിൽ മുഖത്തിനൊത്തവണ്ണം മുഖത്തെ കാണുന്നു, മനുഷ്യൻ തന്റെ ഹൃദയത്തിനൊത്തവണ്ണം മനുഷ്യനെ കാണുന്നു. പാതാളത്തിനും നരകത്തിനും ഒരിക്കലും തൃപ്തി വരുന്നില്ല, മനുഷ്യന്റെ കണ്ണിനും ഒരിക്കലും തൃപ്തി വരുന്നില്ല. വെള്ളിക്ക് പുടവും പൊന്നിന് മൂശയും ശോധന, മനുഷ്യനോ അവന്റെ പ്രശംസ. ഭോഷനെ ഉരലിലിട്ട് ഉലക്കൊണ്ട് അവൽ പോലെ ഇടിച്ചാലും അവന്റെ ഭോഷത്വം വിട്ടുമാറുകയില്ല. നിന്റെ ആടുകളുടെ അവസ്ഥ അറിയുവാൻ ജാഗ്രതയായിരിക്കുക. നിന്റെ കണ്ണുകാലുകളിൽ നന്നായി സൃഷ്ടിവെക്കുക. സമ്പത്ത് എന്നേക്കും ഇരിക്കുന്നതല്ലോ. കിരീടം തലമുറ തലമുറയോളം ഇരിക്കുമോ? പുല്ല് ചെത്തി കൊണ്ടുപോകുന്നു, ഇളംപുല്ല് മുളച്ചു വരുന്നു. പർവ്വതങ്ങളിലെ സസ്യങ്ങളെ ശേഖരിക്കുന്നു. കുഞ്ഞാടുകൾ നിനക്ക് ഉടുപ്പിനും കോലാടുകൾ നിലത്തിന്റെ വിലയ്ക്കും ഉതകും. കോലാടുകൾ പാൽ നിന്റെ ആഹാരത്തിനും നിന്റെ ഭവനക്കാരുടെ അഹോവൃത്തിക്കും നിന്റെ ദാസിമാരുടെ ഉപജീവനത്തിനും മതിയാകും.